ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചക്കയാണ്. അപ്പോൾ ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ ഫ്രഷായ ചക്കയൊന്നും അല്ല. ചക്ക തിന്നണമെന്ന് കൊതി തോന്നിയപ്പോൾ നമ്മുടെ ലുലുന്ന് ഫ്രോസൺ അങ്ങ് വാങ്ങി കറി വെച്ചു. സംഭവം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതാ ഈ ഒരു പാക്കറ്റിലാണ് കേട്ടോ വാങ്ങാൻ കിട്ടുന്ന ഫ്രോസൺ ചക്കയാണ്. 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. വളരെ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ചമുളക് ചേർത്താലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് ഉടനെ ഇളക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അരപ്പിൽ നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇനി ചക്കയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരപ്പും ചക്കയും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴഞ്ഞ് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിനുള്ള ചക്കക്കൂട്ടാൻ റെഡി. നല്ല നാടനരി ചോറും വറുത്തരച്ച മീൻകറിയും ഈ ഒരു ചക്കയും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ കൊതി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രോസൺ ചക്ക വാങ്ങിയിട്ട് ഇതേപോലെ കറി വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചക്ക വാങ്ങുന്ന സമയത്ത്, ചക്ക കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്